സ്വീറ്റ് പൊട്ടറ്റോ വെച്ചിട്ട് നമുക്ക് നല്ലൊരു അടിപൊളി റെസിപ്പി കണ്ടാലോ. നമ്മുടെ മധുരക്കിഴങ്ങ് നന്നായിട്ട് പുഴുങ്ങിയെടുക്കുക, ഉപ്പിടാതെ പുഴുങ്ങണം കേട്ടോ. പുഴുങ്ങിയെടുത്തിട്ട് ഒരു ഫോർക്ക് വെച്ച് നന്നായിട്ട് ഉടച്ചെടുക്കുക. അതിലേക്ക് നമുക്ക് ആവശ്യത്തിന് വലിയ ഉള്ളി, മല്ലിയില, കറിവേപ്പില, ഉപ്പ്, ഗരം മസാല ഇത്രയും ചേർത്തിട്ട് ഒരു പാനിലിട്ടിട്ട് എണ്ണ ഒഴിച്ച് നന്നായിട്ട് ചൂടാക്കിയെടുക്കുക. വല്ലാണ്ട് വഴറ്റൊന്നും വേണ്ട. ഓൾറെഡി നമ്മുടെ സ്വീറ്റ് പൊട്ടറ്റോ നമ്മൾ വേവിച്ചെടുത്തതാണല്ലോ, അപ്പോൾ വല്ലാണ്ട് വഴറ്റൊന്നും വേണ്ട. ഈ ഉപ്പും ഗരം മസാലയും എല്ലാം അതിലേക്കൊന്ന് മിക്സായി പിടിക്കാൻ വേണ്ടിയിട്ടും ഗരം മസാലയുടെ ആ പച്ച റോ ടേസ്റ്റ് ഉണ്ടല്ലോ, അതൊന്ന് മാറാൻ വേണ്ടിയിട്ടും കൂടെ ജസ്റ്റ് ഒന്ന് ചൂടാക്കിയെടുക്കുക, അത്രയും മതി. എന്നിട്ട് നമുക്ക് ആവശ്യമുണ്ടെങ്കിൽ വീണ്ടും എണ്ണയും ഗരം മസാലയും പിന്നെ ഉപ്പൊക്കെ നമ്മുടെ ആവശ്യത്തിന് ആഡ് ചെയ്ത് കൊടുക്കുക. ഞാൻ ഇതിനകത്ത് ഗരം മസാല വീണ്ടും ആഡ് ചെയ്തിട്ടുണ്ട്. പിന്നെ നമുക്കിത് വേറൊരു പാത്രത്തിലേക്ക് മാറ്റിയിട്ട് റോസ്റ്റഡ് റവ ചേർത്ത് കൊടുക്കാം. എന്തെന്ന് വെച്ചാൽ റോസ്റ്റഡ് റവയാകുമ്പോൾ കുറച്ച് ക്രിസ്പിനെസ് കിട്ടും, അതിങ്ങനെ ഫ്രൈ ചെയ്തെടുക്കുമ്പോൾ. അതിന് വേണ്ടിയിട്ടാണ് റോസ്റ്റഡ് റവ തന്നെ ചേർക്കണേ. അത് നമ്മുടെ ആവശ്യത്തിന്, അതും നമ്മൾ എത്രയാണോ ക്വാണ്ടിറ്റി എടുക്കുന്നത് അതിനനുസരിച്ച് ചേർത്തതിന് ശേഷം നന്നായിട്ട് മിക്സ് ചെയ്ത് ഒരു കട്ട്ലേറ്റിൻ്റെ പരുവത്തിനാക്കിയിട്ട് ഷേപ്പാക്കി എടുക്കാം. ഏത് ഷേപ്പ് വേണമെങ്കിലും ചെയ്യാം. ഞാൻ നോർമൽ കട്ട്ലേറ്റിൻ്റെ റൗണ്ട് ഷേപ്പിലാണ് ചെയ്തെടുക്കുന്നത്. എന്നിട്ട് നന്നായിട്ട് കുറച്ച് എണ്ണയോ നെയ്യോ എന്താണെന്ന് വെച്ചാൽ ആഡ് ചെയ്തിട്ട് ചെറിയ എണ്ണയിൽ അതൊന്ന് ജസ്റ്റ് തിരിച്ച് മറിച്ചിട്ടൊന്ന് ഫ്രൈ ആക്കി എടുക്കാം. ഡീപ്പ് ഫ്രൈ ചെയ്യണ്ട, ജസ്റ്റ് ഒന്ന് ഷാലോ ഫ്രൈ ചെയ്തെടുത്താൽ മതി കേട്ടോ. ഇത് എൻ്റെ മോന് നല്ല ഇഷ്ടപ്പെട്ടൊരു റെസിപ്പിയാണ്. ഒന്ന് ട്രൈ ചെയ്തിട്ട് അഭിപ്രായം പറയണേ.